മന്ത്രി വി ശിവൻകുട്ടിക്കെതിരായ പരാമർശം. വി ഡി സതീശനെതിരെ അവകാശ ലംഘന നോട്ടീസ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുവെന്ന പരാതിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ നിയമസഭയിൽ അവകാശ ലംഘന നോട്ടീസ്. മന്ത്രിയെ പൊതുമധ്യത്തിൽ അപമാനിച്ചതിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPM MLA AV ജോയിയാണ് നോട്ടീസ് നൽകിയത്. സഭയ്ക്കകത്തും പുറത്തും വി ഡി സതീശൻ നടത്തിയ ചില പരിഹാസ രൂപേണയുള്ള പ്രസ്താവനകളാണ് നോട്ടീസിന് ആധാരമായത്. സതീശന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നിയമസഭയിൽ ഡെസ്കിന് മുകളിൽ കയറി നിന്ന ഒരാളാണ് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കാൻ വരുന്നത്. എക്സൈസ് വകുപ്പായിരുന്നെങ്കിൽ ബോധമില്ലെന്ന് പറയാമായിരുന്നു. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്തിരിക്കാൻ വി ശിവൻകുട്ടി യോഗ്യനല്ല. കൂടാതെ സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണമെന്ന് വി ശിവൻകുട്ടി നിയമസഭയിൽ പ്രസംഗിച്ചുവെന്നും കേരള ചരിത്രത്തിൽ ഇത്രയധികം വിവരദോഷികൾ ഉൾപ്പെട്ട മറ്റൊരു മന്ത്രിസഭ ഉണ്ടായിട്ടില്ലെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയിരുന്നു. മന്ത്രിയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതും വ്യക്തിഹത്യ നടത്തുന്നതുമാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളെന്ന് ഭരണപക്ഷം ആരോപിക്കുന്നു. സ്പീക്കർ ഈ നോട്ടീസിന്മേൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഇനി നിർണായകം. സതീശന്റെ പ്രസ്താവനയ്ക്കെതിരെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും കടുത്ത വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇത് കേവലം ഒരു അവകാശ ലംഘന നോട്ടീസല്ല, ഭരണ പ്രതിപക്ഷ പോരാട്ടത്തിലെ പുതിയൊരു യുദ്ധപ്രഖ്യാപനമാണ്. മന്ത്രിയെ വിവരദോഷി എന്ന് വിളിച്ച് പ്രതിപക്ഷ നേതാവ് സഭയുടെ ലക്ഷ്മണ രേഖ കടന്നോ? അതോ സഭയിലെ പഴയ ദൃശ്യങ്ങൾ ഓർമ്മിപ്പിച്ച് വി ഡി സതീശൻ ഉന്നയിച്ചത് അപ്രിയ സത്യങ്ങളോ? വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുകയും വർത്തമാനകാലത്തെ പഴയ ഓർമ്മകൾ കൊണ്ട് വേട്ടയാടുകയും ചെയ്യുമ്പോൾ കേരള നിയമസഭ വീണ്ടും ഒരു രാഷ്ട്രീയ അഗ്നിപരീക്ഷയ്ക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. സ്പീക്കറുടെ തീരുമാനം സതീശന് കൂട്ടുവീഴ്ത്തുമോ, അതോ ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ പാഴാകുമോ? കാത്തിരുന്ന് കാണാം വരും ദിവസങ്ങളിൽ സഭ പുകയുമോ എന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.